ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 7th ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമാറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ ചോദിച്ചത് 1.75 മീറ്റേഴ്സ് എങ്ങനെ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാമെന്നാണ്. അത് നമ്മൾ പഠിച്ചതാണ്, സിമ്പിളാണ്. ഇത് ഡെസിമൽ ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രാക്ഷണൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. നമ്മൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ് നമ്മുടെ ഡെസിമൽ പോയിന്റ് വന്നിട്ടുള്ളതെന്നാണ്. ഇവിടെ 2 നമ്പർ കഴിഞ്ഞിട്ടാണ്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 നമ്പർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോയിന്റ് വന്നത്. അതായത് 5ഉം കഴിഞ്ഞ് 7ഉം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നത്. അന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 സീറോസ് ഉണ്ടാവും. 2 സീറോസ് എന്ന് പറഞ്ഞാൽ 100 അല്ലേ, 100-നല്ലേ 2 സീറോസ് ഉള്ളത്. അങ്ങനെ നമുക്ക് ഡിനോമിനേറ്റർ 100 എന്ന് കിട്ടി. ഇനി മുകളിലത്തെ നമ്പർ കിട്ടാൻ സിമ്പിളാണ്. ഈ പോയിൻറ്റിന് ശേഷമുള്ള നമ്പറില്ലേ, ഇവിടെ 75 ആണ്. ആ 75 ആയിരിക്കും നമ്മുടെ മുകളിലത്തെ നമ്പർ. ഇനി നമ്മൾ ഈ ഫ്രാക്ഷനിൽ എഴുതാത്ത ഒരാളുണ്ട് 1, അതായത് പോയിന്റ് തുടങ്ങുന്നതിൻ്റെ മുന്നുള്ള നമ്പറാണ് 1. അത് എന്തായിട്ട് വരും? ഹോൾ നമ്പറായിട്ട് വരും. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് 175/100 എന്നാണ്. ഇനി നമ്മളെടുത്ത് ചോദിച്ചത് എത്ര മീറ്ററും എത്ര സെൻറ്റിമീറ്ററുമാണിത്. ഇതിൽ 1.75 എന്ന് പറയുമ്പം അതിൽ എത്ര മീറ്റർ ഉണ്ട്, ഏതാണ് സെൻറ്റിമീറ്റർ, അതും സിമ്പിളാണ്. പോയിൻറ്റിന് ശേഷമുള്ള 75 എന്ന് പറയുന്നതാണ് സെൻറ്റിമീറ്റർ. ഇവിടെ 75 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഇനി പോയിൻറ്റിൻ്റെ മുമ്പുള്ള 1 അതാണ് ഇവിടെ മീറ്റർ ആയിട്ട് വരിക. എന്നപ്പോൾ ഇവിടെ 1 മീറ്ററും 75 സെൻറ്റിമീറ്ററുമാണ്. നമ്മളടുത്ത് ചോദിച്ചത് ഹൗ മച്ച് ഈസ് ഇറ്റ് ഇൻ സെൻറ്റിമീറ്റർ എലോൺ. സെൻറ്റിമീറ്ററിൽ മാത്രം പറയുമ്പം, ഇപ്പം മീറ്ററിലും സെൻറ്റിമീറ്ററിലും കൂടി പറയുകയാണെങ്കിലാണ് 1 മീറ്ററും 75 സെൻറ്റിമീറ്ററും. ഇനി സെൻറ്റിമീറ്ററിൽ മാത്രമാണ് നമുക്ക് പറയേണ്ടത്. 75 എന്നുള്ളത് ഓൾറെഡി സെൻറ്റിമീറ്ററിലാണല്ലോ നമുക്ക് തന്നത്. പോയിൻറ്റിന് ശേഷമുള്ളത് സെൻറ്റിമീറ്റർ എന്നാണ് പറയാം. 75 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. ഇനി 1 മീറ്റർ എന്നുള്ളതിനെ കൂടി നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ എന്നാണെന്ന് നമ്മൾ പാഠം ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. അന്നപ്പം 100 സെൻറ്റിമീറ്ററായി. അപ്പം 100 + 75 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 175 സെൻറ്റിമീറ്ററിന്. നമ്മൾ സെൻറ്റിമീറ്ററിൽ മാത്രം പറയുമ്പം നമ്മുടെ ആൻസർ 175 സെൻറ്റിമീറ്റർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് ചോദിച്ചത് എങ്ങനെയാണ് 0.38നെ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതാൻ. നമ്മൾ 1.75നെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതി. ഇനി 0.38നെ എഴുതാം. നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? പോയിൻറ്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 2 നമ്പർ ഉണ്ട്, 3ഉം 8ഉം. 38 എന്ന് പറയുമ്പം 2 നമ്പർ ആണല്ലോ. സോ അവിടെ ഡിനോമിനേറ്ററിൽ 2 സീറോസ് ഉള്ളത് വരും. 2 സീറോ ആർക്കാണുള്ളത്? 100-ന്, 100-നാണ് 2 സീറോസ് ഉള്ളത്. അന്നപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? അടിയിൽ ഡിനോമിനേറ്റർ ആയിട്ട് എന്ന് പറയുമ്പം അടിയിൽ എന്ത് വരും? 100 എന്ന് വരും. ഇനി മുകളിലത്തെ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് പോയിൻറ്റിന് ശേഷം ഏതാ വരണമെന്ന് നോക്കുക. ഇവിടെ 38 അല്ലേ, എന്നപ്പോൾ 38/100 എന്ന് കിട്ടി. ഇവിടെ ഇനി ഒന്നുമില്ല, കയ്യിൽ ഇവിടെ ഹോൾ നമ്പർ ഉണ്ടാവില്ല, കാരണം ഇവിടെ 0 ആണ്. നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 38/100 ആണ്. ഇനി ഇവിടെ ചോദിച്ചത് ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണുള്ളതെന്ന്. ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് പോയിൻറ്റിന് ശേഷമുള്ള നമ്പറാണല്ലോ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ പോയിൻറ്റിന് ശേഷം 38 ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ 38 സെൻറ്റിമീറ്റർ എന്നാണ്. ഇനി അടുത്തതും നമ്മളടുത്ത് ചോദിച്ചത് 3.275 കിലോഗ്രാം ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാനാണ്. ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക പോയിൻ്റ് എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ 3 നമ്പർ കഴിഞ്ഞിട്ടാണ് വന്നത്. അതായത് 5ഉം കഴിഞ്ഞ് 7ഉം കഴിഞ്ഞ് 2ഉം കഴിഞ്ഞ് എന്നിട്ടാണ് നമ്മുടെ പോയിൻ്റ് കിടക്കുന്നത്. അന്നപ്പം നമ്മുടെ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പം ഒരു ന്യൂമറേറ്റർ മുകളിലും നമ്പർ ഉണ്ടാവും, ഡിനോമിനേറ്റർ താഴെയും നമ്പർ ഉണ്ടാവും. അന്നപ്പോൾ ഡിനോമിനേറ്റർ കിട്ടാനും എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഉള്ളത്? 3. അന്ന് നമ്മുടെ ഡിനോമിനേറ്ററിൽ 3 സീറോസ് ഉണ്ടാവും. ആർക്കാ 3 സീറോ ഉള്ളത്? 3 സീറോ ഉള്ള ആളാണ് നമ്മുടെ 1000 എന്ന് പറയുന്ന ആൾ. നമുക്ക് ഡിനോമിനേറ്റർ കിട്ടി 1000 ആണ് വരിക. ന്യൂമറേറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? പോയിൻറ്റിന് ശേഷമുള്ളത് ആരാണോ അവരാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ 275 ന്യൂമറേറ്റർ ആയിട്ട് വരിക. ഇനി നമ്മളിവിടെ ആരോ എഴുതാനുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഉണ്ടല്ലേ, 3നെ നമ്മൾ എവിടെയും കൂട്ടിയിട്ടില്ല. 3 എന്ന് പറയുന്നത് പോയിൻറ്റിൻ്റെ മുൻപേ ഉള്ള ആളാണ്. അതാണ് നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് വരിക. അഥവാ 3
3 ഹോൾ നമ്പർ ആയിട്ട് വരും. 3,275/1000 എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ വരിക. ഇനി ചോദിച്ചത് കിലോഗ്രാമിലും ഗ്രാമിലേക്കും വേറിട്ട് എഴുതാനാണ്. ഇവിടെ ചോദ്യത്തിൽ തന്നത് 3.275 കിലോഗ്രാം എന്നാണ്. ഇനി ഗ്രാമും കിലോഗ്രാമും വേറിട്ട് എഴുതണം. അതും സിമ്പിളാണ്. പോയിൻറ്റിന് ശേഷമുള്ളതാണ് ഗ്രാം, പോയിൻറ്റിന് മുൻപേ ഉള്ളതാണ് കിലോഗ്രാം. ഇവിടെ 3 കിലോഗ്രാമും 275 ഗ്രാമുമാണുള്ളത്. ഇനി പറഞ്ഞത് ഈ ഗ്രാമിൽ മാത്രമായിട്ട് എഴുതാനാണ്. 3.275 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം. അതിന് ചോദ്യത്തിൽ തന്നെ നമുക്കറിയാം 275 എന്നുള്ളത് ഗ്രാം എന്നാണ്. ഇനി 3 എന്നുള്ളത് കിലോഗ്രാമാണ്. 3 കിലോഗ്രാം എത്ര ഗ്രാമാണ്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അപ്പം 3 കിലോഗ്രാം എന്ന് പറയുന്നത് 3 × 1000, 3 പ്രാവശ്യം 1000, അതായത് 3000 ഗ്രാമാണ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് 3175 ഗ്രാംസ് എന്നാണ് വരിക. 3000 കൂട്ടുക, പിന്നെ 275 കൂട്ടുക, ടോട്ടൽ നമുക്ക് 3275 കിട്ടും. ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലം ആയിട്ട് വരുന്നത് ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 7.3 സെൻറ്റിമീറ്ററിന് ഡെസിമൽ ഫോമിൽ തന്ന്. ഡെസിമൽ ഫോം തന്നാൽ പോയിൻ്റ് ഉണ്ടോ, അത് ഡെസിമൽ ഫോമാണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഫ്രാക്ഷനിൽ തന്നിട്ടുണ്ട് 7 3/10 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ തന്നത്. ഇനി അത് വേറിട്ട് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും വേറിട്ട് എഴുതാനാണ് നമുക്ക് തന്നത്. എന്നിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പം 7.3 സെൻറ്റിമീറ്റർ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എന്നുള്ളത് സെൻറ്റിമീറ്ററും ആണ്, പോയിൻറ്റിന് ശേഷം വരുന്ന 3 എന്നുള്ളത് മില്ലിമീറ്ററും ആണ്. അന്നപ്പോൾ ഇവിടെ 7 സെൻറ്റിമീറ്ററുണ്ട്, 3 മില്ലിമീറ്ററുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ മില്ലിമീറ്ററിൽ മാത്രം പറയുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്ലിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 7 പ്രാവശ്യം 10, 7 × 10 70 മില്ലിമീറ്ററാണ്. ഈ 70 മില്ലിമീറ്ററും 3 മില്ലിമീറ്ററും കൂട്ടിയാൽ നമുക്ക് 73 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ, 3.5 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഇതിനാദ്യം നമ്മൾ നോക്കുക പോയിൻ്റ് ഏത് നമ്പർ, എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് വന്നത്? 1 നമ്പർ കഴിഞ്ഞിട്ടാണ് വന്നത്. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പം 5 എന്ന് പറഞ്ഞ നമ്പർ, അതായത് 1 നമ്പറേ അവിടെ ഉള്ളൂ, 5, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോയിൻ്റ് വന്നത്. അതുകൊണ്ട് നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു 0 ഉള്ള ആളാണ് വരിക, അതായത് 10 ആണ് വരിക. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ഡിനോമിനേറ്റർ 10 കിട്ടി. പിന്നെ മുകളിലെ നമ്പർ കിട്ടാൻ പോയിൻറ്റിന് ശേഷം ഏത് നമ്പറാണോ വന്നത് അതാണ്, അതായത് 5. അപ്പോൾ 5/10 എന്ന് കിട്ടി. ഇനി പോയിൻറ്റിന് മുമ്പുള്ള നമ്പറായിട്ടുള്ള 3 ഹോൾ നമ്പറായിട്ട് വരിക. സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ 3 5/10 എന്നാണ്. ഇനി എത്ര സെൻറ്റിമീറ്റർ ആണെന്ന്, പോയിൻറ്റിന് മുമ്പുള്ള ആദ്യമുള്ള നമ്പറാണ് സെൻറ്റിമീറ്റർ, അതായത് 3 സെൻറ്റിമീറ്റർ. ഇനി എത്ര മില്ലിമീറ്റർ ആണെന്ന് നോക്കാൻ പോയിൻറ്റിന് ശേഷമുള്ള നമ്പറാണ് മില്ലിമീറ്റർ. ഇവിടെ 5 മില്ലിമീറ്റർ ആണുള്ളത്. ഇനി നമ്മളിത് മൊത്തത്തിൽ മില്ലിമീറ്ററിൽ മാത്രം പറയുകയാണെങ്കിൽ 5 എന്നുള്ളത് ഓൾറെഡി മില്ലിമീറ്ററിലാണ്. സെൻറ്റിമീറ്റർ ആയിട്ടുള്ള 5നെ നമുക്ക് 5 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് നോക്കണം. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. സോ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 3 × 10, 3 പ്രാവശ്യം 10, 30 മില്ലിമീറ്ററാണ്. ഈ 30 മില്ലിമീറ്ററും 5 മില്ലിമീറ്ററും കൂട്ടിയാൽ 35 എന്ന് ടോട്ടലായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിൽ ലാസ്റ്റത്തെ കോളത്തിൽ 7 മില്ലിമീറ്റർ, 7 മില്ലിമീറ്റർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, ബാക്കി എത്ര മില്ലിമീറ്റർ ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 7 മില്ലിമീറ്റർ എന്ന് പറയുമ്പം നമ്മൾ ഡെസിമലിലേക്ക് എഴുതുകയാണെങ്കിൽ പോയിൻറ്റിന് ശേഷം 7 അല്ലേ വരിക. അപ്പം 0.7 എന്ന് വരും. നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പം അതായത് 0.7 സെൻറ്റിമീറ്റർ എന്ന് വരും. 0.7 നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് എഴുതും? പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റേ ഉള്ളൂ, എന്നപ്പോൾ ഒരു 0 ആണ് വരിക, അതായത് 7/10 ആണ് വരിക. ഇനി സെൻറ്റിമീറ്റർ നോക്കുമ്പം ഇവിടെ സെൻറ്റിമീറ്റർ ഉണ്ടോ? ഇല്ല, അതായത് പോയിൻറ്റിൻ്റെ മുന്നേ 0 ആണ്. സോ ഇവിടെ സെൻറ്റിമീറ്റർ ഇല്ല, 0 സെൻറ്റിമീറ്റർ ആണ്. മില്ലിമീറ്റർ പോയിൻറ്റിന് ശേഷം 7 ആണ്. സോ 7 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് 5.42 മീറ്ററിന് തന്നിട്ടുണ്ട്. അതിനെ ഫ്രാക്ഷനിലേക്ക് എഴുതണം.
ആദ്യമുള്ള നമ്പർ പോയിൻറ്റിന് മുമ്പുള്ള നമ്പർ എന്തായിട്ട് എഴുതും നമ്മൾ? ഹോൾ നമ്പറായിട്ട് എഴുതും. പിന്നെ പോയിൻറ്റിന് ശേഷമുള്ളത് എത്ര നമ്പറുണ്ട്? 2 നമ്പറുണ്ട്. സോ ഡിനോമിനേറ്റർ 100 ആയിട്ട് വരും. ഈ പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുകയും ചെയ്യും. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 5/42/100 എന്നാണ്. ഇവിടെ എത്ര മീറ്ററാണ് ഹോൾ നമ്പർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ പോയിൻറ്റിന് മുമ്പേ ആദ്യമായിട്ട് വരുന്ന നമ്പറാണ് മീറ്റർ എന്ന് പറയുന്നത്. എന്നപ്പോൾ ഇവിടെ 5 മീറ്റർ ആണുള്ളത്. പോയിൻറ്റിന് ശേഷം വരുന്നതാണ് സെൻറ്റിമീറ്റർ. 42 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഇനി മൊത്തത്തിൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 42 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ 5 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. സോ 5 മീറ്റർ എന്ന് പറയുന്നത് 500 സെൻറ്റിമീറ്റർ ആണ്. 500 + 42 എന്നുള്ളത് 542 സെൻറ്റിമീറ്റർ എന്ന് വരും. നമ്മൾ സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ഈ ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ ഇത് നമ്പറായിട്ട് എഴുതിച്ചാൽ മതി. അതായത് 542 നമ്മൾ ഡെസിമൽ ഫോമിൽ നോക്കി പോയിൻ്റ് ഇല്ലാണ്ടാകുമ്പം 542 എന്നല്ലേ വരുന്നത്? 542 സെൻറ്റിമീറ്റർ ആണ് വരിക. അടുത്തത് നമുക്ക് ഫ്രാക്ഷനാണ് തന്നത്. 1027/100 മീറ്റേഴ്സ് എന്നാണ്. നമുക്ക് സിമ്പിളാണ്. ഈ ഹോൾ നമ്പർ ആയിട്ട് വരുന്നതായിരിക്കും പോയിൻറ്റിൻ്റെ മുമ്പുള്ള നമ്പർ. ആദ്യം 10 ആയിരിക്കും. എന്നിട്ട് 10 അവിടേക്ക് എഴുതുക. എന്നിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്തായിരിക്കും? മോളിലുള്ള ന്യൂമറേറ്റർ ആയിട്ടുള്ള 27 ആയിരിക്കും. നമ്മൾ 10.27 മീറ്റേഴ്സ് എന്നാണ് ഡെസിമലിലേക്ക് എഴുതുമ്പം കിട്ടുക. ഇനി മീറ്റേഴ്സിലേക്ക് എഴുതുമ്പം 10 ആണ്, 10 മീറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ന്യൂമറേറ്റർ ആയിട്ടുള്ള 27 ആണ് സെൻറ്റിമീറ്റർ ആയിട്ട് വരിക. ഇനി ടോട്ടൽ നോക്കുമ്പം 1027 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. അടുത്തത് കിലോഗ്രാമിന് ഗ്രാമിലേക്കാക്കാനാണ്. ഇപ്പം സെൻറ്റിമീറ്റർ ടു മീറ്റർ ആണെങ്കിൽ നമ്മൾ ബേസ് ഡിനോമിനേറ്ററായിട്ട് 100 ആണ് വരിക. മില്ലിമീറ്റർ ടു സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10. ബാക്കി ഏത് വന്നാലും കിലോഗ്രാം വന്നാലും ലിറ്റർ വന്നാലും 1000 ആണ് വരിക. ഇവിടെ കിലോഗ്രാം അല്ലേ, അന്നപ്പോൾ 1000 ആണ്. അതൊരു ഐഡിയ ആണ്. പിന്നെ പോയിൻറ്റിന് ശേഷം 8, 5 3 നമ്പർ ഉള്ളത് കൊണ്ടും ഡിനോമിനേറ്റർ എന്ത് നമുക്ക് മനസ്സിലാക്കാം? 3 0 ഉള്ള ആളാണ് 1000 ആണ് വരിക. എന്നപ്പം ഇവിടെ ഡിനോമിനേറ്റർ കിട്ടി 1000 ആണ്. ന്യൂമറേറ്റർ മുകളിലത്തെ നമ്പർ എന്ന് പറയുമ്പം പോയിൻറ്റിന് ശേഷമുള്ള ആൾക്കാർ, അതായത് 875 ആണ് വരിക. എന്നാൽ നമുക്ക് 875/1000 എന്ന് കിട്ടി. ഇനി നമുക്ക് 6 ഉണ്ട് പോയിൻ്റ് തുടങ്ങുന്നതിൻ്റെ മുൻപുള്ള ആൾ, അതാണ് ഹോൾ നമ്പർ ആയിട്ട് വരിക. നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 6/875/1000 എന്നാണ്. ഇനി നമുക്ക് കിലോഗ്രാംസും ഗ്രാംസും ആയിട്ട് വേറിട്ട് എഴുതാൻ വേണ്ടിയത് അത് ചെയ്യാൻ നമുക്കറിയാമല്ലേ. കാരണം പിന്നെ പോയിൻറ്റിന് മുമ്പുള്ള ആളാണ് കിലോഗ്രാം. ഇവിടെ 6 കിലോഗ്രാം വരും. പിന്നെ 875 പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ ഗ്രാംസ് ആയിട്ട് വരും. എന്നപ്പോൾ 875 ഗ്രാംസ് ആണുള്ളത്. ഇനി ടോട്ടൽ ഇത് മൊത്തത്തിൽ ഗ്രാംസിലേക്ക് മാറ്റി എഴുതാൻ സിമ്പിളാണ്. പോയിൻ്റ് ഇല്ലാതെ ഈ നമ്പർ എഴുതിയാൽ മതി. അതായത് 6875 ഗ്രാംസ് എന്ന് വരും. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഓൾറെഡി 875 ഗ്രാമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാരണം പോയിൻറ്റിന് ശേഷമുള്ള ഗ്രാമാണെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ 6 കിലോഗ്രാമാണ്. 6 കിലോഗ്രാം എന്നുള്ളത് നമ്മൾ ഗ്രാമിലേക്ക് മാറ്റണം. 6 കിലോഗ്രാം എന്ന് പറയുന്നത് 6000 ഗ്രാംസ് ആണ്. അപ്പോൾ ഈ 6000ഉം 875ഉം കൂട്ടുക. എന്നപ്പം നമുക്ക് 6875 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവിടെ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ ഡെസിമലിലും തന്നിട്ടില്ല, ഫ്രാക്ഷനിലും തന്നിട്ടില്ല. മൂന്നാമത്തെ കോളത്തിൽ 432 ഗ്രാംസ് ആണെന്ന് മാത്രമാണ് തന്നത്. നമുക്കറിയാം 1 ഗ്രാം എന്ന് പറയുന്നത് 1/1000 കിലോഗ്രാം ആണ്. നമ്മൾ 432 ഗ്രാംസ് തന്നപ്പം കിലോഗ്രാം എഴുതണമെങ്കിൽ 432/1000, അതായത് 0.432 എന്ന് വരും. അതായത് 0.432 കിലോഗ്രാംസ് എന്നാണ് ഫസ്റ്റത്തെ കോളത്തിൽ വരിക. ഇനി അടുത്തത് ഫ്രാക്ഷനിലേക്ക് എഴുതാൻ നമുക്ക് സിമ്പിളാണ്. പോയിൻറ്റിന് ശേഷം 3 നമ്പറാണ്. അപ്പം 3 സീറോസ് ആണ് അടിയിൽ വരിക. അന്നപ്പം 432/1000 കിലോഗ്രാംസ് എന്നായി ഫ്രാക്ഷനിൽ എഴുതുമ്പം. ഇനി കിലോഗ്രാമിലേക്കും ഗ്രാമിലേക്കും മാറ്റുക. പോയിൻറ്റിന് മുമ്പ് 0 ആണ്. എന്നപ്പോൾ അവിടെ കിലോഗ്രാം വരുന്നില്ല. പോയിൻറ്റിന് ശേഷം 432 ആണ്. എന്നപ്പോൾ 432 ഗ്രാംസ് ആണ് വരുന്നത്. പിന്നെ ടോട്ടൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 430. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3.425 ലിറ്റേഴ്സിന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ ആദ്യം പോയിൻറ്റിൻ്റെ മുൻപേ ആദ്യം വരുന്ന നമ്പർ എടുത്ത് ഹോൾ നമ്പറായിട്ട് വലിയതാക്കിയിട്ട് എഴുതുക. 3 അവിടെ എടുത്ത് എഴുതുക.
എന്നിട്ട് 425 ആയിരിക്കും ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ആയിട്ട് മുകളിൽ വരുന്ന നമ്പർ. അപ്പം അതും നമുക്ക് കിട്ടി 425. ഇനി ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ്റെ താഴെ വരുന്നത് ആണ് 1000 എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ലിറ്റേഴ്സിനാകുമ്പോൾ നമ്മൾ പറഞ്ഞു 1000 ആണ്, കിലോഗ്രാംസ് ആകുമ്പോഴും 1000 ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പോയിൻറ്റിന് ശേഷം 3 നമ്പറാണ് വരിക. അതിപ്പോൾ 3 പൂജ്യമുള്ള ആളാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരിക, അത് 1000 ആണ്. നമ്മുടെ ഫ്രാക്ഷൻ 3,425/1000 എന്ന് കിട്ടി. ഇനി നമ്മൾ ലിറ്ററിലേക്കും മില്ലി ലിറ്ററിലേക്കും മാറ്റി എഴുതണം. പോയിൻറ്റിന് മുമ്പുള്ളതാണല്ലോ ലിറ്റർ, എന്നപ്പോൾ 3 ലിറ്ററിൻ്റെ അവിടെ എഴുതുക. ഇനി 425 ആണ്, പോയിൻറ്റിന് ശേഷമുള്ള നമ്പറാണ് മില്ലി ലിറ്റർ ആയിട്ട് വരിക. നമുക്ക് 3 ലിറ്ററും കിട്ടി, 425 മില്ലി ലിറ്ററെന്നും. ഇനി മില്ലി ലിറ്ററിലേക്ക് മാത്രം എഴുതണമെങ്കിൽ പോയിൻ്റ് ഇല്ലാതെ ആ നമ്പർ അങ്ങോട്ട് എഴുതിയാൽ മതി. അതായത് 3425 മില്ലി ലിറ്ററിന് കിട്ടും. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യം, അതിൽ നമുക്ക് മില്ലി ലിറ്ററിന് മാത്രമേ തന്നിട്ടുള്ളൂ 5763. അത് ഫ്രാക്ഷൻ ഫോമും ഡെസിമൽ ഫോമും നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്കറിയാം മില്ലി ലിറ്റർ ആകുമ്പോൾ 1000 ആണ്. 1000 വരുമ്പം 3 നമ്പർ കഴിഞ്ഞിട്ട്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ടാണ് പോയിൻ്റ് വരിക. അത് നമുക്ക് ഡെസിമലിലേക്ക് 5.763 എന്ന് കിട്ടും. അന്നപ്പോൾ ഡെസിമൽ കോളത്തിൽ 5.763 ലിറ്റേഴ്സ് എഴുതുക. ഇനി ബാക്കിയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇനി ലിറ്റർ ആകുമ്പം ഇനി ഫ്രാക്ഷനിൽ എഴുതുമ്പം പോയിൻറ്റിന് മുമ്പുള്ള നമ്പർ വലിയതാക്കി ഹോൾ നമ്പർ എഴുതുക, 5 എന്ന് എഴുതുക. പിന്നെ 763 പോയിൻറ്റിന് ശേഷമുള്ളതായിരിക്കും ന്യൂമറേറ്റർ ആയിട്ട് വരിക. ഇനി താഴെ ലിറ്റർ ആയതുകൊണ്ട് 1000 ആണ് വരിക. ഇനി അടുത്തത് ലിറ്ററിലേക്കും മില്ലി ലിറ്ററിലേക്കും മാറ്റി എഴുതാനാണ്. പോയിൻറ്റിന് മുമ്പ് വരുന്ന ആളാണ് ലിറ്റർ, 5 ലിറ്ററാണ് ഇവിടെ കിട്ടുക. ഇനി പോയിൻറ്റിന് ശേഷമുള്ള 763 ആണ് മില്ലി ലിറ്റർ ആയിട്ട് വരിക. പിന്നെ ടോട്ടൽ മില്ലി ലിറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 1 വേറെ വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ആയിട്ട് അറിയിക്കാം. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.